എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഒരു നല്ല ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കും. പൗരുഷൻ കുടുംബത്തിൽ നിന്നുള്ള സ്നേഹവും വന്ദനവും പ്രാർത്ഥനയും അറിയിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സന്ദേശങ്ങളെ പരമാവധി പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിന് നന്ദി. പുഴു എന്ന ഒരു വേദവാക്യത്തിൽ നിന്ന് ചില സ്ഫോടനാത്മകമായ ചിന്തകളാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ ധ്യാനിച്ചു വരുന്നത്. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ഇസ്രയേലിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഇന്നത്തെ ഇസ്രയേലിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ജേക്കബ്, അദ്ദേഹത്തെ സൃഷ്ടാവായ ദൈവം വിളിക്കുന്നത് പുഴു എന്നാണ്. ലോകത്തിലെ ഏറ്റവും ശക്തന്മാരും ബുദ്ധിമാന്മാരും ധനവാന്മാരും യഹൂദരാണെന്ന് സംശയമില്ലല്ലോ. കേരളത്തേക്കാൾ ചെറിയൊരു രാജ്യം, അതിന് ചുറ്റുമുള്ള 20ഓളം രാജ്യങ്ങളുടെ വെടിയുണ്ടകളുടെ ഇടയിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ തല കൊണ്ട്, ബുദ്ധി കൊണ്ട് അവരിരുന്ന് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളാൽ ഒരൊറ്റ വിമാനത്തിനും അവരുടെ ആകാശത്ത് കയറാനൊക്കെയില്ല, ഒരൊറ്റ മിസൈലിനും കയറാനൊക്കെയില്ല, ഒരൊറ്റ വെടിയുണ്ടയ്ക്കും കയറാനൊക്കെയില്ല. അഥവാ കയറുന്നെങ്കിൽ ദൈവം അവരെ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഒരു കാര്യമാണ് ബൈബിള് തരുന്നത്. ഇസ്രായേൽ ഒത്തിരി പ്രാവശ്യം ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിന് ദൈവം ഉപയോഗിച്ചത് ഈജിപ്തുകാരെയും മൊവാബ്യരെയും അമാലേക്കരെയും ഫെലിസ്ത്യരെയും പിന്നെ 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 ബാബിലോണ്യരെയും പേർഷ്യക്കാരെയും ഒക്കെയാണ്. അത് തന്നെ ഇപ്പോഴും തുടരുന്നു. അപ്പം ഇവൻ ഇത്രയ്ക്കേ ഉള്ളൂ എന്നിവനെ അറിയിക്കുകയാണ് പുഴു എന്ന വാക്കിലൂടെ. എന്നാൽ ഇവൻ എന്തുമാത്രം സാധ്യതയുണ്ടെന്ന് അറിയിക്കുകയാണ് ബുൾഡോസർ എന്ന വാക്കിലൂടെ. പല്ലേറിയതും പുതിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. ഈ മെതിവണ്ടി കൊണ്ട് പർവ്വതങ്ങളെ മെതിച്ചു പൊടിയാക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. പർവ്വതങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ഇടിച്ചു പൊടിയാക്കുന്ന മെഷീൻ ഇറങ്ങിയിട്ട് എത്ര വർഷമായി? 50 വർഷമായോ നമ്മുടെ നാട്ടിൽ വന്നിട്ട്? ഇല്ലല്ലോ. 20 കൂടുതലായില്ലല്ലോ. പൊക്ലീൻ എന്നും JCB എന്നും ഒക്കെ പറയുന്ന ഈ സാധനം പോട്ടെ, 100 കൊല്ലം മുമ്പ് ഏതെങ്കിലും രാജ്യത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. എന്നാൽ ഏകദേശം 2500 കൊല്ലം മുമ്പ് ഈ പ്രവചനം പറയുകയാണ്, പല്ലേറിയത് കണ്ടിട്ടില്ലേ? പല്ല് കണ്ടിട്ടില്ലേ? എത്ര പല്ല അതിന്! മൂർച്ചയുള്ളതുമായ മെതിവണ്ടി, അത് വെച്ചൊരൊറ്റപ്പിടുത്തം പിടിച്ചാൽ ഒരു മലയിഞ്ഞു പോരും, ഒരു മരവും പറിക്കാം.
ആനയ്ക്കൊക്കെ പണിയില്ലാണ്ടായി. ഒത്തിരി പേരുടെ പണി പോയി. ഇവൻ ഒരുത്തൻ ഒരു ചെറിയ കുന്നൊക്കെ ഇടിക്കാനായിട്ട് പണ്ടാണെങ്കിൽ 100 കണക്കിന് തൊഴിലാളികളിൽ നിന്ന് കൊത്തിക്കിളച്ച് ഒരാൾ കോരി കൊട്ടയ്ക്കകത്ത് കൊടുത്തിട്ട് പോകണം. ഇത് ഇവൻ തന്നെ ഇടിക്കും, ഇവൻ തന്നെ കോരും. ഇവൻ്റെ കൈക്ക് വലിപ്പമുണ്ട്, കാലിന് വലിപ്പമുണ്ട്. അതായത് വാല് ബാക്കിലൊരു സാധനത്തിനകത്ത് ഒരൊറ്റ ടിപ്പറേക്കുള്ളാറിന് മണ്ണ് കയറും. അപ്പം ഇതെല്ലാം ഒരു മിഷനെ കൊണ്ട് സാധിക്കുന്നത് പോലെ പർവ്വതം പോലെ തല ഉയർത്തി നിൽക്കുന്ന വൻകിട രാഷ്ട്രങ്ങളെ വിറപ്പിക്കാൻ ഇസ്രായേൽ എന്ന പുഴുവിന് കഴിയുന്നു. എങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളോട് പറയണം, ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ എനിക്കൊന്നിനെയും പേടിക്കാനില്ല. God bless you.